സ്പേസ് എക്സിന്റെ ഒക്കെ പ്രധാന പ്രൊജക്ട് അതാണ്. അതെ. സ്പേസ് ടൂറിസം ടൂറിസത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ കുറെ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ കേസിൽ കാണുന്നുണ്ടെങ്കിൽ നിലവിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കൊണ്ടുവരാം. 2030 അവസാനിക്കുകയാണ്. 35 ആകുമ്പോഴേക്കും സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഇന്ത്യക്ക് വേണം, ഇന്ത്യക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ദൗത്യവുമായിട്ടാണ് പോകുന്നത്. ചൈനയുടെ ഇതും 2030 മനുഷ്യനിലേക്ക് ഇറക്കുക. അപ്പൊ ISROന്റെ പിന്നെ ഒരുപാട് ഭാവി പദ്ധതികളുണ്ട്. ചന്ദ്രയാൻ 4 കുറിച്ചുണ്ട്, അതുപോലെ ഗഗൻയാനും ശുക്രനെ കുറിച്ച് വീനസ് മിഷൻ ഒരുപക്ഷെ ഫസ്റ്റ് മിഷൻ ഒരുപക്ഷെ ഇന്ത്യന്റേതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ മിഷനുകളൊന്നും അല്ലാതെ തന്നെ ഇന്ത്യക്ക് ഒരുപാട് സംഗതികൾ റിയൂസബിൾ റോക്കറ്റ്സും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നൊക്കെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് പദ്ധതികൾ നിലവിൽ പ്രഖ്യാപിച്ചത് തന്നെ ISROന്റെ നമ്മുടെ മുന്നിലുണ്ട്. ISROയുടെ തന്നെ ഗവേഷണ പദ്ധതിയാണ് യുവിക എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പിന്നെ നൽകുന്ന ഒരു അവസരമാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ. അത് കേരളത്തിൽ നിന്നും 11 വിദ്യാർത്ഥികളെ ISRO സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഘട്ടം കൂടിയാണ്. മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടി അതിൽ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥികൾ എന്താകണം, അവര് സ്കൂൾ പഠനകാലത്ത് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ ISRO എന്ന ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് ഞാൻ അടുത്തറിയാൻ ശ്രമിക്കണം.